ശ്രീ മഹാദേവി നമ. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം ഒന്നാം സ്കന്ധം 18-ാം അധ്യായം. ശ്രീ ശുകബ്രഹ്മർഷിയും നിമി മഹാരാജാവും തമ്മിലുള്ള സംവാദം, അത് ശുകൻ്റെ വിവാഹം വരെ എത്തിക്കുന്നതായിട്ടുള്ള രംഗം 18ഉം 19ഉം 2 അധ്യായങ്ങളെ കൊണ്ട് പറയണം. അത് വായിക്കാം. ഓം. ശ്രീമദ് ദേവി മഹാഭാഗവതം ഒന്നാം സ്കന്ധം 18-ാം അധ്യായം. സൂതൻ. ഓം. ആ വാർത്ത കേട്ടു തൻ മന്ത്രിമാരുമായി ശുചിയായി നൃപൻ പുരോഹിതനെ മുൻനിർത്തി അണഞ്ഞാൻ വ്യാസപുത്രനെ. ശ്രേഷ്ഠമാമാസനം നൽകി പൂജിച്ചു വഴിപോരുടൻ കറക്കും ഗോവിനെ നിവേദിച്ചോതി കുശലങ്ങളും. സുഖാസനസ്ഥനാം ശാന്തചിത്തൻ ശുകനോടിങ്ങനെ ചോദിച്ചു കുശലപ്രശ്നാനന്തരം മിഥിലാപതി. ഒന്നിലും സ്പൃഹയില്ലാത്ത ഭവാൻ എന്തിങ്ങു പോരുവാൻ മഹാഭാഗ കഥിച്ചാലും വന്ന കാര്യം മുനീശ്വര. ഇപ്പോൾ തീവ്ര വൈരാഗിയായിട്ടാണ്. ഇപ്പോൾ വൈരാഗ്യമുണ്ട്. അപ്പോൾ അത് കാരണം ഒന്നും ആവശ്യമില്ല, ആശ ഇല്ലാത്ത ആളാണ്. എന്നിട്ടും പശുദാനവും കാര്യങ്ങളൊക്കെ ചെയ്തു, കുറേ ദാനാദികളൊക്കെ ചെയ്തു. കാരണം വിശിഷ്ടനായിട്ടുള്ളൊരു ബ്രാഹ്മണൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷി ഒരു ഭഗവത് തുല്യനായതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് നിമി മഹാരാജാവ് വേണ്ടതൊക്കെ ചെയ്തത്. അതൊക്കെ സ്വീകരിച്ചു. ഒരാഗ്രഹമില്ല, പിന്നെ എന്തിനാ അങ്ങോട്ട് പോന്ന എന്നാ പിന്നെ ചോദിക്കണതേ. നമുക്കൊക്കെ ചുണ്ടി വരും. ശുകൻ. വ്യാസൻ എന്നോടോതി ഭൂപ ചെയ്യുക ദാരപരിഗ്രഹം സർവാശ്രമത്തിലും വെച്ച് ഗൃഹസ്ഥാശ്രമം ഉത്തമം. ഇപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ ഭാര്യയെ സ്വീകരിക്കുക. ദാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ, പരിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കുക. ഇപ്പോൾ ദാരപരിഗ്രഹം വേണം, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ഭാര്യയെ സ്വീകരിക്കുക, ദാനം, കന്യാദാനം, അതാണ് ദാരപരിഗ്രഹം. അപ്പോൾ ഏറ്റവും ഈ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, അപ്പോൾ അതിലേറ്റവും ഉത്തമമായിട്ടുള്ള ആശ്രമം ഈ ഗൃഹസ്ഥാശ്രമമാണ് എന്ന് അച്ഛൻ പറഞ്ഞത് കൊണ്ട് എനിക്കത് സമ്മതമായിട്ടില്ല. അത് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. കൈക്കൊണ്ടില്ല വാക്ക് ഗുരുവാകിലും ബന്ധമോർക്കയാൽ ബന്ധമില്ല അച്ഛൻ ഉര ചെയ്തിട്ടും ചെയ്തില്ല വേളി ഞാൻ. സംശയഗ്രസ്തനായ എന്നെ കണ്ടൊരാ മുനിസത്തമൻ തഥ്യമായോതി പോയാലും മിഥിലയ്ക്കാധി എന്നിയേ. വിദേഹനെന്നു വിളികൊണ്ടിടും ജനകഭൂമിപൻ വാഴുന്നു യാജ്യനായി ജീവൻ മുക്തനായ അങ്ങു നിർഭയം നാടുവാഴുകിലും മായാപാശത്താൽ ബദ്ധനല്ലവൻ. നനവൃത്തിയഴും നീ എന്നിട്ടും പേടിപ്പതെന്തിനായി. വനവൃത്തിയഴും നീ എന്നിട്ടും പേടിപ്പതെന്തിനായി. നൃപശാർദൂലൻ അവനെ കണ്ടു മോഹം ത്യജിക്ക നീ വേട്ടാലും പിന്നെ അല്ലെങ്കിൽ ചോദിക്കൂ നൃപനോടു നീ. കഥാവശേഷമാക്കും നിൻ മനസ്സന്ദേഹമാ നൃപൻ ഓതുവതും കേട്ടു പോന്നാലും തരസാസുതാം. ഏവം പിത്രാജ്ഞയാൽ പോന്നേൻ മിഥിലക്കിങ്ങു ഞാൻ നൃപ. മോക്ഷമിച്ഛിക്കുമൻ കൃത്യം ചൊന്നാലും രാജശേഖര. തപം തീർത്ഥം വ്രതം യജ്ഞം സ്വാധ്യായം ഇവയോ തഥാ ജ്ഞാനമോ മുക്തി തൻ ഹേതു എന്നുരയ്ക്കുക ഭൂപതേ. ഇപ്പം യഥാർത്ഥത്തിലുള്ള ഭാവം എന്ത് ചെയ്താലാണ് മുക്തി കിട്ടുക? ശൈവ വൈഷ്ണവ ശാക്തേയമായിട്ടാണ് മാർഗം എന്ന് പറഞ്ഞു. അല്ലെ, ശാക്തേയമാണ് എടുക്കേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞു. അതിൽ തന്നെ ജ്ഞാനമാർഗമാണോ കർമ്മമാർഗമാണോ അതോ ഭക്തി മാർഗമാണോ എടുക്കേണ്ടത്? ഇതാണ് ചോദ്യം. പിന്നെ മാത്രമല്ല, അച്ഛൻ ഗുരുവാണ്, അച്ഛനുമാണ് ഗുരുവാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് അനുസരിച്ചില്ല വെച്ചാൽ അതൊരു മോശമാണ്. പിന്നെ ഞാൻ വനത്തിൽ പോയിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വതേ തന്നെ ഇപ്പം തന്നെ വനത്തിലാണ്, കാരണം ഞാനൊന്നും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ വാനപ്രസ്ഥം എന്നുള്ള നിലയ്ക്കായാലും വനത്തിൽ കഴിയുക എന്ന നിലയ്ക്കായാലും രണ്ടായാലും കുഴപ്പമുണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞത്. കാരണം ഉച്ചനേരത്ത് എന്താ ചെയ്യുക? വനവിഭവങ്ങളായാലും മറ്റുള്ളവർക്കൊക്കെ വേണ്ടതല്ലേ, അത് നീ അപഹരിച്ചാൽ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് അതൊരു ശരിയാവണില്ല. എന്താ വേണ്ടത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭാഗവതം ഞാൻ പഠിച്ചു, എന്നിട്ടും അങ്ങയെ കാണണമെന്ന് അച്ഛൻ പറയണം. അപ്പം എന്നാൽ എനിക്കൊന്ന് വിശദമായിട്ട് ഞാൻ ഏത് മാർഗത്തിൽ സഞ്ചരിക്കണം, എനിക്ക് മുക്തിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. സംശയം തീർക്കും വേണം. വെറുതെ മുക്തിയാണ് വേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അങ്ങ് സ്വാനുഭവത്തോട് കൂടിയിട്ട് അത് പറയണം, എനിക്ക് സമ്മതമാവണം, കൺവിൻസ് ചെയ്യിപ്പിക്കണം. അതാണ് ജനകൻ. മോക്ഷേച്ഛുവായ വിപ്രന്റെ കർത്തവ്യം കേട്ടുകൊള്ളുക നീ. ഗുരുവിൻ കീഴ് ആദ്യം ഉപനീതനായി മറയോതുക.
വേദവേദാന്താദി പഠിച്ചേകണം ഗുരുദക്ഷിണ. പിന്നെ സമാവൃത്തനായി ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കണം. സന്തുഷ്ടനായി ആശയന്യേ ശുചിയായി പാപഹീനനായി അഗ്നിഹോത്രാദിയാം സ്വന്തവൃത്തിയിൽ പതറാതെ താൻ പുത്രപൗത്രന്മാരുമായി വാണു. പിന്നെ വനസ്ഥനായി തപസ്സാൽ കാമാദിവെന്ന് പുത്രൻ ഏൽപ്പിച്ചു ഭാര്യയെ. വിധി പോലെ അഗ്നിയെ സർവം തന്നിൽ അർപ്പിച്ചു ശുദ്ധനായി. വൈരാഗ്യം വന്നിടിൽ സന്യാസത്തെയും സ്വീകരിക്കണം. വിരക്തനാകിലേ സന്യാസത്തിന് അർഹത വന്നിടൂ. വേദോക്തം ഇതു താൻ സത്യം മറിച്ചൽ എന്നത് എൻ മതം. 48 സംസ്കാരം വേദം ചൊല്ലുവതായി മുനെ. മഹാത്മാക്കൾ കഥിക്കുന്നു ഗൃഹസ്ഥൻ അതിൽ 40. മുമുക്ഷുവിനാണ് ബാക്കി 8. ശമദമാധികം ആശ്രമം വിട്ടാശ്രമത്തിൽ ചൊൽവതേ ശിഷ്ടശാസനം. ഇവിടെ ക്രമത്തിലുള്ളൊരു വിധി ആദ്യം ആമുഖമായിട്ട് പറഞ്ഞു. ആദ്യം ബ്രഹ്മചാരി അത് ചെയ്തു, പഠിച്ചു, വിദ്യ നേടി. ഇനി ഗൃഹസ്ഥനാവുക കല്യാണമൊക്കെ കഴിച്ചിട്ട്. അത് കഴിഞ്ഞ് വിരക്തി വന്നു വെച്ചാൽ വാനപ്രസ്ഥം സ്വീകരിക്കുക. അതിനുശേഷം നല്ലോണം വിരക്തനായിച്ചാൽ സന്യാസം സ്വീകരിക്കുക. ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. മാത്രമല്ല 48 തരം സംസ്കാരങ്ങളുണ്ട്. അത് വേദം പറഞ്ഞതാ. അപ്പോൾ ഗൃഹസ്ഥന് അതിൽ 40 ഗൃഹസ്ഥനാ, ബാക്കി 8. ഇപ്പം ഗൃഹസ്ഥന് ഈ അഷ്ടാംഗയോഗം പറഞ്ഞിട്ടില്ല. വാനപ്രസ്ഥനും സന്യാസത്തിനും മാത്രമേ അഷ്ടാംഗയോഗം പറഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ ബ്രഹ്മചര്യത്തിൽ തന്നെ ഈ അഷ്ടാംഗയോഗം ശീലിക്കുകയാണ്, പ്രാണായാമാദി കാര്യങ്ങളൊക്കെ. അതൊക്കെ സ്വതവേ തന്നെ കിട്ടിക്കോളും എന്നൊരു നിയമമുണ്ട്. നമ്മൾ വർത്തമാനം പറയണു, ശ്വാസം വലിക്കണു, മറ്റ് പല പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഈ പ്രാണായാമത്തിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നു. ഓടുക ചാടുക പ്രവൃത്തികൾ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. എടുക്കുക, നടക്കുക തുടങ്ങിയിട്ട് പലതും ചെയ്യുന്നുണ്ട് കായികമായിട്ട്. അതൊക്കെ പ്രാണായാമത്തിൻ്റെ ആ ഒരു ഊർജ്ജസ്വലത ഉള്ള സമയത്ത് ആ ഫലം കിട്ടും. അത് കഴിഞ്ഞാലാണ് അത് കിട്ടായ്ക വരിക. അപ്പോൾ പണിയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പണി എക്സസൈസായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് ഈ കാര്യങ്ങളൊക്കെ ആദ്യം പഠിക്കണം എന്നുള്ളത് അത് വിദ്യാഭ്യാസ കാലത്ത് പഠിക്കാം. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ് മറ്റ് പണികളൊന്നും ചെയ്യാത്തതുകൊണ്ട്. കലികാലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഗൃഹസ്ഥൻ കഴിഞ്ഞ് വാനപ്രസ്ഥനായിട്ടേ അഷ്ടാംഗയോഗമൊക്കെ വേണ്ടൂ എന്നാണ്. 40 ഗൃഹസ്ഥനും 8 അവിടുന്ന് അങ്ങോട്ടുള്ളവർക്കും. ശുഗൻ ജ്ഞാനവിജ്ഞാന സംഭൂതം വൈരാഗ്യം ഹൃദി വന്നിടിൽ വേണമോ മറ്റാശ്രമങ്ങൾ പാടില്ലേ കാട്ടിൽ വാഴുവാൻ. ജനകൻ കരുത്തന്മാരിന്ദ്രിയങ്ങൾ ചൊൽപ്പടിക്കവ നിന്നിട പല വികാരവും പാകം വരാത്തോരിൽ വളർത്തിടും. സുഖിക്കാൻ ഉണ്ണുവാൻ മക്കളുണ്ടാകുവാൻ ശയ്യയേറുവാൻ വികാരം വന്നുയർന്നെങ്കിൽ സാധ്യമോ യതിയാവുകിൽ. ഊക്കേറും വാസനാജാലം തളരുന്നില്ലൊരിക്കലും ക്രമേണയായി താൻ അതിനാൽ അവയെ കീഴടക്കണം. മേലെ ഉറങ്ങിയാൽ വീഴും വീഴാ താഴെ കിടക്കുകിൽ സന്യസിച്ചോൻ പിഴച്ചാലോ പിന്നെ ഇല്ലൊരു മാർഗവും. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള താല്പര്യം മരിക്കും വരെ ഉണ്ടാവും. ദേഹബോധമുള്ള അത്ര കാലം ഉണ്ടാവും. ഊണ് കഴിക്കണം തോന്നും, മണക്കണം തോന്നും, കേൾക്കണം തോന്നും, പറയണം തോന്നും, കാണണം തോന്നും, തൊടണം തോന്നും. ഇതൊക്കെ അതിൻ്റെ ഒരു വഴിയാണ്. അത് അതിൻ്റെ വിപരീതത്തിലാണ് പോകുന്നതെങ്കിലോ ആസക്തിയോട് കൂടിയിട്ട് ഈ പാടില്ലാത്തതും കൂടി സ്വീകരിക്കുന്ന ഒരു താല്പര്യത്തിൽ ജിഹ്വാപസ്ഥ ജയമൊക്കെ നേടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ വന്നാലോ, അപ്പം അത് വരാതിരിക്കാൻ നോക്കണം. അതുകൊണ്ട് ആദ്യമേ തന്നെ സന്യസിച്ചാൽ പഴയ്ക്കും. നല്ല യതിഭാവമൊക്കെ കിട്ടിയാൽ മാത്രമേ അതൊക്കെ വയ്ക്കൂ, അല്ലെങ്കിൽ അതൊക്കെ പ്രശ്നമാണ്. മുകളിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടിലിന് വീതിയില്ലാച്ചാൽ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉരുണ്ട് അങ്ങനെയൊക്കെ താഴെ വീണു വെച്ചാലോ അതൊക്കെ സംഭവിക്കും. അതേപോലെ നിലത്താ കിടക്കണ വെച്ചാൽ പിന്നെ വീഴാൻ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കാനില്ല. സന്യാസം ആദ്യമേ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന് അത് വേണം ഇത് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോരാൻ പണിയാണ്. കാരണം ഒരു ഇന്ദ്രിയം മാത്രമായിട്ട് നമുക്ക് ഒരു പ്രവൃത്തിയില്ല. ഒരു ഇന്ദ്രിയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റ് ഇന്ദ്രിയങ്ങളുടെ സഹായം നമ്മൾ തേടും. കാണണം എന്നുണ്ടെങ്കിൽ എവിടെയാണുള്ളത് വെച്ചാൽ അവിടേക്ക് എത്തണ്ടേ, അപ്പം നടക്കണ്ടേ. ഒന്നുകിൽ കൈ വേണം, അല്ലെങ്കിൽ കാല് വേണം. നടക്കണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ കാണും. അങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ മറ്റെന്തെങ്കിലും ഒരു സഹായം വേണം. കണ്ടാൽ ചിലത് കേൾക്കണം തോന്നും, തൊടണം തോന്നും. ഇങ്ങനെ ഒരു ഇന്ദ്രിയത്തിന് അടിപ്പെട്ടാൽ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾ അതിൻ്റെ കൂടെ വരിക. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടാണ്. സന്യസിച്ചാൽ പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് അടിപ്പെടരുത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ആദ്യത്തെ പാഠം അത്.
ഇത് നമ്മളോടുള്ള പാഠമാണ്. എല്ലാം അനുഭവിച്ചോളൂ, ആവർത്തിച്ച് അത് വേണം എന്ന് ശാഠ്യം പിടിക്കാഞ്ഞാൽ മതി. നമ്മൾ അത് വേണം ഇത് വേണം എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ടാണ് നമുക്ക് ഇവിടെ കുണ്ടിൽ കിടക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് അങ്ങനെ അല്ലാണ്ട് വേണം. ചുവട്ടിൽ നിന്നും കൊമ്പിന്മേലേക്കും അന്തം അരിച്ചുതാൻ ഏറിയെത്തുന്നു സസുഖം പഴത്തിന്മേലെറുമ്പുകൾ വിഘ്നഭി എന്നയെ പാറിപ്പറന്നെത്തും വിഹംഗമം തളർന്നു പോം വിശ്രമിച്ച് സുഖിക്കുന്നിത് എറുമ്പുകൾ. ഇപ്പോൾ ഉറുമ്പുകൾ ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ കുറേശ്ശെ കയറി പഴത്തിലെത്തും. പക്ഷികളെന്താ നേരിട്ട് ഒരു പഴത്തു നിന്ന് അടുത്ത പഴത്തിലേക്കും അല്ലെങ്കിൽ ഒരു മരത്തു നിന്ന് അടുത്ത മരത്തിലേക്കും വേഗം പറന്നിട്ടെത്തും. ഉറുമ്പ് കുറേ ക്ഷീണിക്കും, കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കും, അത് കഴിഞ്ഞാൽ ആദ്യ പഴത്തിലെത്തും. ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വ്യത്യാസം അതാത് ഏത് രീതിയിലാണ് നമ്മുടെ ശരീരം എന്നുള്ളത് അതിനനുസരിച്ചാണ് നമ്മുടെയൊക്കെ പ്രവർത്തനം ഉണ്ടാവുക. അതേ ശരീരത്തിന് ആവശ്യമുള്ളൂ, അതിനനുസരിച്ചാണ് ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒതുക്കാൻ പണി സാമാന്യർക്ക് ഊക്കേറുന്ന മനസ്സിനെ ആശ്രമ അനുക്രമത്തിൽ താൻ അതിനെ കീഴടക്കണം. അതുകൊണ്ട് ആശ്രമമായിട്ട് കീഴടക്കുകയാണ് ഏറ്റവും ഉത്തമം. ആത്മജ്ഞനാം ശാന്തചിത്തൻ ഗൃഹസ്ഥാശ്രമിയെങ്കിലും ലാഭാലാഭങ്ങളെ തുല്യം നണ്ണുന്നു പതറാതെ താൻ ദുശ്ചിന്ത ഏതും കൂടാതെ ചെയ്യേണ്ടും കർമ്മമൊക്കെയും ചെയ്താൽ ആത്മലാഭ സന്തുഷ്ടൻ മുക്തനാകും അസംശയം. ഇപ്പം ഏറ്റവും പ്രധാനം അതാണ്. കടമയായിട്ട് കർത്തവ്യമായിട്ട് ചെയ്യണം, ഒരു വേവലാതിയും പാടില്ല. ദുശ്ചിന്ത എന്നുള്ളതിൻ്റെ ഉദ്ദേശം അതാണ്. വേവലാതി കൂടാതെ കണ്ട് ചെയ്യുമ്പോൾ അതിനൊരു സന്തോഷം ഉണ്ടാവുക. ഈ സന്തോഷം ആത്മതുഷ്ടി ലഭിച്ചിട്ടില്ല വെച്ചാൽ അത് മൊത്തം നഷ്ടമാണ്. അപ്പോൾ ആത്മതുഷ്ടി ലഭിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അല്ലാച്ചാൽ ആ പണിയെടുത്തിട്ട് കാര്യമില്ല. രാജ്യം ഭരിപ്പോൻ എന്നാലും ജീവൻ മുക്തതയാർന്നു ഞാൻ യഥാകാമം വരിക്കുന്നു ബദ്ധനാവാതെ കാൺക നീ. ഭുജിപ്പൂ വിവിധം ഭോഗം ചെയ്വൂ കാര്യം പലതരം എന്നെപ്പോൾ തന്നെ ജീവിച്ചു നിനക്കും മുക്തനായിടാം. സ്വാനുഭവം പറഞ്ഞു. ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, ഉണ്ണുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഭരിക്കുന്നുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്. പക്ഷേ ഞാൻ ഇതിലൊന്നിലും ആസക്തനല്ല. ഇത് ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കണം. എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണെന്ന് വെച്ചാൽ അതിന് ആക്ഷേപമില്ല. ഞാൻ ചെയ്യുകയാണ്, അതിൻ്റെ ഫലം ഞാൻ എടുക്കുകയാണ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്ഷേപമായി. അതാണ്. അപ്പോൾ നിനക്കും ഇതേപോലെ തന്നെ ബ്രഹ്മർഷിയോട് പറയുകയാണ്, എന്നെ പോലെ തന്നെ അങ്ങേക്കും ഇതേപോലെ ജീവിച്ചിട്ട് മുക്തി നേടാം. അദൃശ്യത്തെ ദൃശ്യവസ്തു നൂനം ബന്ധിപ്പതെങ്ങനെ? ദൃശ്യങ്ങൾ പഞ്ചഭൂതങ്ങൾ ഇവയ്ക്കുള്ള ഗുണങ്ങളും ആത്മാവ് ഊഹത്തിനാൽ ഗമ്യം ദൃശ്യമല്ല അതൊരിക്കലും നിർലേപമായി നിർവികാരമാം അതെങ്ങനെ ബദ്ധമാം പെരുതാം സുഖദുഃഖങ്ങൾക്കെല്ലാം ഹേതു മനസ്സുതാൻ അത് നിർമ്മലമായെങ്കിൽ എല്ലാം നിർമ്മലമായി ദ്വിജാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്ന് തോന്നും. ചെയ്യണത് മുഴുവനെ ഈ ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതിന് പ്രേരണ തരുന്നത് മനസ്സാണ്, ചെയ്യുന്നത് ഇന്ദ്രിയങ്ങളാണ്, സ്വീകരിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ അതിൽ പെടാതെ കണ്ട് നോക്കണം. ഒട്ടൽ നിർലേപമായിട്ട് വേണം, ഒട്ടൽ വരാൻ പാടില്ല. പിന്നെ ഒരു വികാരം ആസക്തി ഒന്നും വരാൻ പാടില്ല. സുഖമുണ്ട് ദുഃഖമുണ്ട്, അത് ശരീരത്തിനുള്ളതാണ്. ജീവൻ അതിൻ്റെ പാപവും പുണ്യം വരിക. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം, മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാവണം ഇത് ചെയ്യേണ്ടത്. മനസ്സിന് സന്തോഷം കിട്ടുകയും വേണം. അതിൽ ആസക്തി ഇല്ലാതെ കണ്ട് വരുമ്പോഴാണ് മനസ്സിന് ശുദ്ധി ഉണ്ടാവുക. സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത, അങ്ങനെയാണ്. മനസ്സിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവൃത്തികളും എല്ലാവരും ചെയ്യണത്. ഓങ്കാരം ജപിക്കായാലും ശരി, ജിഹ്വാപസ്ഥ ജയം കിട്ടാതെ കണ്ട് കൂടുതൽ ഉണഴിക്കായാലും ഭോഗം ചെയ്യായാലും ഒക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഏതിൽ നിന്നാണോ നമുക്ക് ഒഴിവാവണം എന്ന് തോന്നുന്നത്, ഏതിലാണോ നമ്മളെ കുടുക്കിയെന്ന് വെച്ചാൽ അവിടുന്ന് ഒഴിവാവണം എന്ന് തോന്നുന്നത്, അതിനെ ശ്രദ്ധാപൂർവം തന്നെ ദൃഷ്ടിയും തഥാ പ്രതിനിവൃത്തിയ അതിൽ നിന്ന് മനസ്സിനെ, കണ്ണിനെ, ഇന്ദ്രിയങ്ങളെ മുഴുവൻ അതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ അത് തരാവും, അല്ലാച്ചാൽ അത് തരാവില്ല. സർവം മനക്കൽപ്പിതം ആണ്. അപ്പം അതുകൊണ്ട് മനസ്സിനെ അതിൽ നിന്നും വേർപ്പെടുത്തിയല്ലാണ്ട് ഇത് കിട്ടില്ല. സർവതീർത്ഥങ്ങളും ചുറ്റി വീണ്ടും വീണ്ടും കുളിക്കിലും ചിത്തത്തിൻ ചളി പോവാത്തവരേക്കെല്ലാം നിരർത്ഥകം. ദേഹമല്ലിന്ദ്രിയവുമല്ല അല്ല താൻ ദേഹിയും ശുക ബന്ധമോക്ഷങ്ങൾക്കു ഹേതു മനുഷ്യർക്ക് മനസ്സുതാൻ. ഇപ്പം എല്ലാറ്റിനും കാരണം എന്താ? മനസ്സാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, അത് പറയണു, അത് പ്രവർത്തിക്കണം. കലികാലത്തിൽ എങ്ങനെയാ വെച്ചാൽ മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിക്കും, വേറൊന്ന് പറയും. ഇത് രണ്ടും അല്ലാത്ത ഒന്നാണ് പ്രവർത്തിക്കുക. അപ്പം അങ്ങനെയായിട്ട് കാര്യമില്ല, അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്നാണ്. അപ്പോൾ മനസ്സാണ് നമ്മളിവിടെ കെട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒഴിവാക്കുക തന്നെ വേണം.
ദേഹമല്ല ഇന്ദ്രിയവുമല്ല അല്ലതാൻ ദേഹിയും ശുക. ബന്ധമോക്ഷങ്ങൾക്ക് ഹേതു മനുഷ്യർക്ക് മനസ്സു താൻ. അപ്പോൾ ഈ മനസ്സ് കൂടെ കൊണ്ടുവരും. എല്ലാ ശരീരങ്ങളിലും മനസ്സ് കൂടെ ഉണ്ടാവും. സദാശുദ്ധൻ മുക്തൻ ആത്മാവ് അതെന്നും ബദ്ധമായി വരാ. ബന്ധമോക്ഷങ്ങൾ ഹൃത്തിൽ താൻ ബന്ധമെങ്ങ് അങ്ങത് അടങ്ങുകിൽ. ശത്രുമിത്രം ഉദാസീനം എന്നീ ഭേദം മനോഗതം. രണ്ടെന്ന ഭാവത്താൽ ഭേദം ഏക ആത്മത്വത്തിലെങ്ങതും. ഏക ആത്മത്വത്തിൽ എങ്ങ് അതും. ജീവൻ ഞാൻ ബ്രഹ്മവും ഞാൻ താനില്ല അതിൽ ശങ്കയേതുമേ. ഭേദബുദ്ധി ജനിക്കുന്നു സംസാരത്തിൽ കളിക്കവേ. അവിദ്യ താൻ ഭേദബുദ്ധി. വിദ്യ ഭേദം ത്യജിപ്പതും. വിദ്യ അവിദ്യകൾ എന്തെന്നു സമർത്ഥന്മാർ ധരിക്കണം. വെയിലില്ലാതെ തണലിൽ സുഖബോധം ഉദിക്കുമോ. അവിദ്യയില്ലാതെ അതുപോൽ വിദ്യയെയും അറിഞ്ഞിടാം. ഗുണം ഗുണത്തിൽ വർത്തിപ്പൂ. ഭൂതങ്ങളും അതേവിധം. ഇന്ദ്രിയം വിഷയത്തിങ്കൽ ആത്മാവിന്നിവ ബന്ധമോ. വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു ലോകരക്ഷയ്ക്കു നീതികൾ. അല്ലാഞ്ഞാൽ ബൗദ്ധരെ പോലെ ലോകം ധർമ്മം ത്യജിച്ചിടും. ധർമ്മം നശിച്ചാൽ വർണ്ണ ആചാരങ്ങളെല്ലാം നശിച്ചുപോം. അതിനാൽ വേദനിർദ്ദിഷ്ടം ചരിപ്പോർ കണയും ശുഗൻ. ഭവാനി ചൊന്നതെല്ലാം താൻ കേട്ടിട്ടും രാജശേഖര സംശയം ബാക്കിയാവുന്നു കുറയുന്നില്ലൊരിക്കലും. അധർമ്മ ബഹുളം ഹിംസ വേദധർമ്മത്തിലില്ലയോ. വേദോക്തമീ ധർമ്മം അഹോ മുക്തിയേകുന്നതെങ്ങനെ. പ്രത്യക്ഷത്തിൽ അനാചാരം സോമപാനം നരാധിപ. അതുപോൽ താൻ ജന്തുഹിംസ മാംസഭക്ഷണവും തഥാ. സൗത്രാമണി പ്രോക്തമല്ലി സത്യമായി മദ്യപാനവും ചൂതാട്ടവും പലേ മട്ടിൽ നടത്തേണ്ടും വ്രതങ്ങളും. ഉണ്ടായിപ്പോൾ പണ്ട് ശശബിന്ദുവെന്നൊരു ഭൂപതി. ധർമ്മിഷ്ഠൻ സത്യവാൻ യജ്ഞം ചെയ്യുവോൻ ദാനങ്ങൾ ചെയ്യുവൻ. ധർമ്മം തെറ്റി നടപ്പോരെ ശിക്ഷിപ്പോൻ ധർമ്മരക്ഷകൻ. ഒട്ടേറെ ചെയ്തു പോൽ യജ്ഞം ഭൂരിദക്ഷിണയൊത്തവൻ. ചർമ്മങ്ങൾ തൻ കുന്നുകൂടി വിന്ധ്യാചല സമാനമായി. അതിന്മേൽ മഴ പെയ്തുണ്ടായി പോലും നദി. കർമ്മഠന്മാരാവരുത് എന്നും സ്വധർമ്മം ചെയ്യണം എന്നുമാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ സാരം. അതേപോലെ ഹിംസ ഒരിക്കലും പാടില്ല. അഹിംസ അത് നമ്മൾ ചെയ്യുക തന്നെ വേണം എന്ന് വെച്ചാൽ നല്ലോണം മനസ്സിരുത്തണം എന്നർത്ഥം. ആ രാജാവും വെണ്ണുപോകി നേടി ശാശ്വത കീർത്തിയും. ഈ മട്ടാം വേദധർമ്മത്തിൽ തരിമ്പും കൊതിയില്ലമേ. സ്ത്രീ സംഘത്താൽ സദാ ഭോഗസൗഖ്യം തേടുന്നു മാനവർ. കേഴുന്നു തദഭാവത്തിൽ ഇവരെങ്ങനെ മുക്തരാം. ജനകൻ അഹിംസയായി പ്രകീർത്തിപ്പൂ യജ്ഞത്തിൽപ്പെട്ട ഹിംസയെ. ഉപാധി കൊണ്ടേ ആവുള്ളൂ ഹിംസ മറ്റായിടാ ദൃഢം. വിറകിൻ ചർച്ചയാൽ മാത്രം വർത്തിപ്പൂ ധൂമം അഗ്നിയിൽ. തനിച്ച കനലിൽ കാണാപ്പുക എന്നതു നിശ്ചയം. അപ്പോൾ എവിടെയാണോ പുക ഉള്ളത് വെച്ചാൽ അവിടെ തീയുണ്ടാവും. പക്ഷേ എവിടെ തീയുള്ളത് വെച്ചാൽ അവിടെ പുക ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ വിറകിൽ വെള്ളം ഉണ്ടായതുകൊണ്ടാണ് പുകയാണത്. അഹിംസയായി താൻ കണ്ടാലും വേദോക്തം ഹിംസയെ തഥാ. രാഗികൾക്കതു താൻ ഹിംസ വിരാഗിക്കത് അഹിംസയും. അപ്പോൾ ഏറ്റവും പ്രധാനം എന്താണ്? രാഗം എന്നുള്ളത് കാമം ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ്. അത് തൃഷ്ണ പോലെയൊക്കെ കടുപ്പാവുകയും ചെയ്യും. സാധിക്കാൻ പറ്റാത്തതും കൂടി. ഇപ്പം ഈ ജന്മം കൊണ്ട് അറിവിനനുസരിച്ച് സമ്പാദിക്കുക വെച്ചാൽ ഒരു 100 കോടി സമ്പാദിക്കാമെന്ന് വിചാരിക്കാം. അത് 1000 കോടി സമ്പാദിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ഈ ജന്മം കൊണ്ട് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. അതാണ് രാഗ അഹങ്കാരങ്ങളെന്നെ ചെയ്യും കർമ്മങ്ങളൊക്കെയും ചെയ്യാത്തവയ്ക്ക് ഒക്കും എന്നായി ചൊൽവു വേദജ്ഞരായവർ. അപ്പം അതാണ് ഈ രാഗം. അതുകൊണ്ട് പ്രവർത്തനം, അതുകൊണ്ട് ഗുണസ്വീകാരം, ഫലസ്വീകാരം. അപ്പോൾ ഞാനത് ചെയ്തതെന്ന് വരും. അപ്പോൾ ഒരു അഹംബുദ്ധി ഉണ്ടാവും. വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യും. അതിന് അടിമയാവും. അപ്പോൾ ഞാനാണെന്നുള്ളത് ഏറ്റുപിടിച്ചാൽ എന്താ ഉണ്ടാവുക? പിന്നെ ഇവിടുന്ന് മുക്തി കിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് നല്ലോണം മനസ്സിരുത്തണം. ഇപ്പം എന്താ വേണ്ടത്? ഇത് ചെയ്യുകയും വേണം. എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്ന് തോന്നണം. ചെയ്തതും ഈ കർമ്മവും കർമ്മത്തിൻ്റെ ഫലവും അമ്മയ്ക്ക് സമർപ്പിക്കുകയും വേണം. ഇതാണ് ഇനി പറയാൻ പോണം. യജ്ഞങ്ങളിൽ ഗൃഹസ്ഥന്മാർ ചെയ്യും ഹിംസയും അവ്വിധം. രാഗമില്ലാതെ അഹങ്കാരം വിട്ട് ചെയ്യുന്നതാകിലോ ആ ജിതേന്ദ്രിയരാം മോക്ഷേച്ഛുക്കൾക്ക് അതും അഹിംസ താൻ. അതാണ്. ഇപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ ജയിക്കണം. അങ്ങനെ ജയിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നമുക്ക് വേണ്ട എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് കിട്ടിയതൊക്കെ സമർപ്പിക്കാൻ സാധിക്കും. വിരാട് രൂപത്തിലുള്ള ആർക്ക് കൊടുത്താലും അതൊക്കെ ഭഗവാൻ അമ്മയാണ് സ്വീകരിക്കുക, ഭഗവതിയാണ് സ്വീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മിലൊന്നും സ്റ്റോർ ചെയ്യില്ല. ഈ കൂട്ടി വയ്ക്കലാണ് പ്രശ്നം. കൂട്ടി വെച്ചാൽ കുഴപ്പമായി. അപ്പോൾ കൂട്ടി വയ്ക്കാതെ നോക്കണം. ഇങ്ങനെ ജനകോപദേശം എന്ന 18-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഇനി 19-ാമത്തെ അധ്യായം. അതിലുണ്ട് 60 ശ്ലോകം. ഇപ്പോൾ 1049 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഈ ഒരു അധ്യായം കൂടിയും കഴിഞ്ഞാൽ കഥ കണ്ട് കഴിയും.
ശ്രീശുകൻ: സന്ദേഹമുണ്ട് ഇനിയും എൻ മാനസത്തിൽ നൃപോത്തമ. മായാമധ്യത്തിൽ നിന്നിട്ടും ഒരാൾ നിസ്പൃഹനാവുമോ? നിസ്പൃഹൻ എന്നുള്ളത് നമുക്ക് ഒരാശയില്ലാത്തൊരവസ്ഥ, കാമമില്ലാത്തൊരവസ്ഥ, വൈരാഗിയായിട്ടൊരവസ്ഥ. ഇപ്പോൾ ശ്രീശുകൻ സ്വതേ അങ്ങനെയാണ്. അങ്ങനെ ആവാൻ പറ്റുമെന്നാണ് ചോദിക്കണം. ശാസ്ത്രജ്ഞാനവും ഔവണ്ണം നിത്യ അനിത്യ വിചാരവും നേടിയിട്ടും മോഹമുണ്ടാവുന്നെങ്കിൽ മുക്തത എങ്ങനെ? മനസ്സിൻ ഇരുൾ പോക്കാനായി ശാസ്ത്രപാഠം അശക്തമാം ദീപത്തിൻ വാർത്തയാൽ മാത്രം ഇരുട്ടില്ലാതെയാകുമോ? ഏതു ജീവിയെയും വിദ്വാൻ ദ്രോഹിക്കരുത് സർവ്വതാ. അതെങ്ങനെ ഗൃഹസ്ഥനു സാധിക്കും നൃപപുങ്കവ? വിളക്ക് കത്തിച്ചാലേ നമുക്ക് വെളിച്ചം കിട്ടും. വിളക്കെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വിളക്കുണ്ട്, എണ്ണയുണ്ട്, തിരിയുണ്ട്, തീപ്പെട്ടിയുണ്ട്. പക്ഷെ അത് കത്തിച്ച് വെച്ചല്ലാതെ കണ്ട് അത് വേണ്ട രീതിയിൽ വെക്കണം. ഇത് വിളക്ക് വെക്കണം, അതിൻ്റെ ഉള്ളിൽ എണ്ണ ഒഴിക്കണം, അതിൽ ആ തിരി വെക്കണം. തിരി നനഞ്ഞ് നല്ല പാകമായിട്ട് വന്നു കഴിഞ്ഞാൽ തീപ്പെട്ടി കൊണ്ട് ഉരച്ച് അത് കത്തിക്കണം. അപ്പോൾ അപ്പോഴേ പ്രകാശം കിട്ടുള്ളൂ. അതുവരെ കിട്ടില്ല. അതുവരെ ബാക്കിയുള്ളതൊക്കെ വേറെ വേറെ നിൽക്കുക. ഒന്നിച്ച് വെച്ചാലും കാര്യമൊന്നുമില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ജ്ഞാനമുണ്ടെങ്കിലും ഈ ജ്ഞാനം പ്രാവർത്തികമാക്കിയിട്ടില്ല എങ്കിൽ അന്യരുടേത് അപഹരിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ അത് എന്താ ഉണ്ടാവുക? അജ്ഞാനമായിട്ടല്ലേ വരിക. സ്റ്റോർ ചെയ്യപ്പെടുന്നതൊക്കെ നെഗറ്റീവ് ആയിട്ടല്ലേ വരിക. അപ്പോൾ മുക്തി കിട്ടില്ല. ശമിച്ചിൽ ആശ വിത്തത്തിൽ തവ രാജ്യസുഖേച്ഛയും പോരിൽ ജയേച്ഛയും പിന്നെ മുക്തനെന്നോ തിരാവതോ. അങ്ങിപ്പോൾ രാജാവാണ്, രാജ്യം വർദ്ധിപ്പിക്കണം, ചക്രവർത്തി ആവണമെന്ന് ആഗ്രഹിക്കണം. മാത്രമല്ല അപ്പോൾ യുദ്ധാദി കാര്യങ്ങളെല്ലാം വരും. മുക്തി കിട്ടാൻ വിഷമാണ്. കാരണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ബന്ധുക്കളുണ്ട്, ടാക്സ് പിരിക്കുന്നുണ്ട്, അത് വീതം വെക്കണം, ഇങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ പ്രശ്നമില്ലെന്നാ. താപസങ്കൽ സാധുബുദ്ധി ചോരരിൽ ചോരബുദ്ധിയും താൻ അന്യൻ ഭാവവും വയ്ക്കും എങ്ങനെ വിദേഹനം. എരിവും പുളിയും കയ്പും നല്ലതും ചീത്തയും ഭവാൻ അറിയുന്നു ശുഭത്തിൽ പോൽ അശുഭത്തിൽ സുഖിക്കുമോ? അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അതെന്തായാലും വേണം. രാജാവ് എന്ന നിലയ്ക്ക് അതിനേക്കാൾ കൂടുതൽ വരും. ഇപ്പോൾ ഇവിടെ താപസന്മാർ, മഹാഋഷികൾ അവരൊക്കെ ബഹുമാനിതരാണ്, അങ്ങോട്ട് ബഹുമാനിക്കണം. ഭൃത്യന്മാർ അവർ രാജാവിനെ ഇങ്ങോട്ടാണ് ബഹുമാനിക്കുക. അപ്പോൾ തന്നെ ദ്വന്ദ്വം വന്നില്ലേ? ദ്വന്ദ്വം കടന്നു എന്നാണ് പറഞ്ഞതേ. പിന്നെ കള്ളന്മാരെ ശിക്ഷിക്കുക വേണ്ടത്. ഈ മഹാബ്രാഹ്മണരെ അങ്ങോട്ട് ബഹുമാനിക്കുക, ദാനം കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇത് രണ്ടും തമ്മിൽ ചേരുമോ? അതേപോലെ ഞാനും അന്യന്മാർ പലതരത്തിലാണ്. ബന്ധങ്ങൾക്കനുസരിച്ചാണ്. മിത്രമായാലും ശത്രുവായാലും അന്യനാ. ഭാര്യയായാലും അച്ഛനായാലും പെങ്ങളായാലും അമ്മയായാലും ഒക്കെ അന്യനാ. ഏട്ടനായാലും മറ്റു പലതും ഉണ്ടല്ലോ, ഗുരുവായാലും എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊക്കെ അന്യനാ. അതുപോലെ 6 രസം മധുരം പോലെയാണോ എരി ഉപ്പൊക്കെ വ്യത്യാസമില്ലേ? ഇതൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് അങ്ങനത് ശരിയാവണം? അങ്ങ് ദ്വന്ദ്വം കടന്നു എന്ന് പറയണത് എങ്ങനെയാ? അങ്ങേക്കും കാണുവാനുണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ കാലഭേദങ്ങളും പിന്നെ സന്യാസാവസ്ഥ എങ്ങനെ? അപ്പോൾ ഉണ്ണുണ്ട്, ഉറങ്ങുണ്ട്, ജാഗ്രതത്തിലുണ്ട്, സുഷുപ്തിയിലുണ്ട്. സ്വപ്നം കാണാറില്ലേ അങ്ങ്? അപ്പോൾ ഇതൊക്കെ ദ്വന്ദ്വം കടന്ന അവസ്ഥയ്ക്ക് പറ്റുമോ? കാലഭേദങ്ങളില്ലേ? മഴയുള്ള കാലത്ത് മഴ, ചൂടുള്ള കാലത്ത് ചൂട്. ആനതേ രശവും കാലാർപ്പടയും നിൽപ്പു ചൊൽപ്പടി ഏവർക്കും സ്വാമി ഞാൻ എന്ന തോന്നലില്ലേ കഥിക്ക നീ. സുഖമുണ്ണുന്നു നീ മുത്തും ആധിയും പൂണ്ടിടുന്നു നീ. പാമ്പും മാലയും അങ്ങേക്ക് തുല്യമാണോ നരോത്തമ. പുല്ലും കല്ലും പൊന്നുമെല്ലാം വിമുക്തൻ ഒരുപോലെയാം. എല്ലാം അഭേദമായി കാണും ചെയ്യും ഹിതവും ഏതിനും. രമിക്കുന്നില്ല എൻ മനസ്സ് ഗൃഹധാരാദി ഒന്നിലും. ഏകാഗിയായി നിസ്പൃഹനായി ചരിക്കാൻ ആഗ്രഹിക്കയാം. നിസ്സംഗനായി നിർമ്മമനായി മാനെപ്പോൽ കായ്ക്കിഴങ്ങുകൾ തിന്നുകൊണ്ടേവം ഒറ്റയ്ക്ക് കഴിക്കാനാണു വാഞ്ചമേ. ഗുണാതീതൻ രാഗബുദ്ധിയില്ലാത്തോനാം എനിക്കഹോ ഗൃഹവും ധനവും നല്ല ഭാര്യയെയും കൊണ്ടുമെന്തുവാൻ. രാഗബുദ്ധി പലയമട്ടും വെച്ചു പോറ്റുന്നു നീ നൃപ. വിമുക്തൻ എന്നും വാദിപ്പൂ ഭള്ളാണെല്ലാം ഇതൻ മതം. ചിലപ്പോൾ ശത്രുവിൻ ചിന്ത, ചിലപ്പോൾ ധനചിന്തയും, വേറൊരിക്കൽ ചിന്ത വിട്ടെന്നിരിപ്പു നീ. വൈഖാനസന്മാർ മുനിമാർ മിതാഹാരർ ജിതവ്രതർ അസത്യമെന്നറിഞ്ഞിട്ടും വിഷയത്തിൽ ഭ്രമിക്കയാം. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വന്നിട്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് കാട്ടിൽ പോയിട്ട് മാൻ, മുയൽ തുടങ്ങിയുള്ള സാധു മൃഗങ്ങൾ തിന്നണ പോലെ കിഴങ്ങോ ഇലയോ എന്താ കിട്ടിയച്ചാൽ പുല്ലോ എന്താ വെച്ചാൽ കിട്ടിയച്ചാൽ അത് തിന്നും. എനിക്ക് അത്രയേ വേണ്ടൂ. അതുപോലെയല്ലോ അങ്ങ് എല്ലാ സുഖങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, അതെല്ലാം നേടുന്നുണ്ട്, അതെല്ലാം സുഖിക്കുന്നുണ്ട്. അപ്പോൾ
ചില മുനിമാരുണ്ട്, പ്രത്യേക തരത്തിൽപ്പെട്ടതായിട്ടുള്ള മുനിമാർ. അവർ ഏറ്റവും മിനിമം ആഹാരം ഞാൻ അതുപോലെ ചെയ്യും. അങ്ങ് അതുപോലെ അല്ലല്ലോ. സ്വാദ് നോക്കാതെ കണ്ടാണ് കഴിക്കുക. കയ്പുള്ളതാണോ ചവർപ്പുള്ളതാണോ അതൊന്നും നോക്കില്ല. ഈ ശരീരത്തിന് അബദ്ധമാക്കില്ലല്ലോ, അത് അനിഷ്ടം ഉണ്ടാക്കില്ലല്ലോ എന്ന് മാത്രമേ കണക്കാക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങും ഞാനും തമ്മിൽ യോജിക്കുന്ന തോന്നണില്ല. അങ്ങയുടെ ആശയങ്ങളും അങ്ങയുടെ ബിരുദവും അത് ശരിയാ തോന്നണില്ല. കാരണം അങ്ങക്ക് കാമാദികളൊക്കെ ഉണ്ട്, അങ്ങ് അതെല്ലാം അനുഭവിക്കണമുണ്ട് എന്നാണ് പറഞ്ഞ് സമർത്ഥിക്കുന്നത് ശ്രീ ശുക ബ്രഹ്മർഷി. നിൻകുലത്തിൽ പിറക്കുന്നോർക്കുണ്ടാം കൃത്രിമമായ പേർ വിദേഹരെന്ന്, അന്യഥ ഞാൻ കാണുന്നില്ല അർത്ഥമൊന്നിനും. മൂർഖന് വിദ്യാധരൻ ആ ജഡഹരെ, മൂർഖന് വിദ്യാധരൻ ആ ജന്മാന്ധനു ദിവാകരൻ, ലക്ഷ്മീധരൻ ദരിദ്രന് പേരിതൊക്കെ നിരർത്ഥകം. നിൻകുലത്തിൽ പിറന്നോരാം പണ്ടത്തെ നൃപരൊക്കെയും കർമ്മത്താൽ അല്ല താൻ പേരാൽ വിദേഹരിതി വിഖ്യരായി. ഉണ്ടായിപ്പോൾ നിൻ കുലത്തിൽ നിമി എന്നൊരു മന്നവൻ നിമന്ത്രിച്ചതു യജ്ഞാർത്ഥമാ രാജർഷി വസിഷ്ഠനെ. കുലാചാര്യൻ മുനിശ്രേഷ്ഠൻ നൃപനോടന്നുരച്ചുപോൽ യജ്ഞാർത്ഥം ഇന്ദ്രൻ കൽപ്പിച്ചു വിളിച്ചിട്ടുണ്ടു ഭൂപതേ. ഇന്ദ്രയജ്ഞം മുഴുപ്പിച്ച് തവയജ്ഞം തുടങ്ങിടാം. കോപ്പോരോന്നും മെല്ലെ മെല്ലെ അത്രത്തോളം ഒരുക്കുക. ഏവമോദി ഗമിച്ചാൻ ദേവേന്ദ്ര യജ്ഞത്തിനം മുനി. ഗുരുവായ അന്യനെ വിളിച്ചവൻ ചെയ്യിച്ചു യജ്ഞവും. ഈ വാർത്ത കേട്ട് ഉഗ്രകോപം പൂണ്ടൊരം മുനി ഭൂപനെ ശപിച്ചാൻ. വീണുപോകട്ടെ നിൻ ദേഹം ഗുരുനിന്ദക. ശപിച്ചു നിമിയും നിന്റെ ദേഹവും വീണുപോയിടും. മരിച്ചാൽ അവർ അന്യോന്യ ശാപത്താൽ എന്നു കേട്ടു ഞാൻ. വിദേഹനേവം ഗുരുവെ ശപിച്ചെന്നതുമെങ്ങനെ, എല്ലാം തമാശയായി മാത്രം തോന്നുന്നു നൃപസത്തമ. അപ്പോൾ നമ്മൾ സാധാരണ കാണാറുണ്ട്, സുന്ദരി സുന്ദരൻ എന്നൊക്കെ പേരിടും. സൗന്ദര്യം ആ പ്രദേശത്ത് അങ്ങനെ പോയിണ്ടാവില്ല. ധനികൻ അയാൾ ദരിദ്രനാവും. അങ്ങനെ പേരിനുണ്ട് ഈ പ്രശ്നങ്ങളെ. വിദ്യാധരൻ അതാണ് ഇതിൽ ഉദാഹരണം പറഞ്ഞത്. ജന്മ അന്ധനാണ്, ജനിച്ചപ്പോൾ തന്നെ കണ്ടില്ല, അയാൾക്ക് ദിവാകരൻ എന്ന് പേരിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ലക്ഷ്മീധരന്മാരെ ദരിദ്രന്മാരായിട്ട് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഇങ്ങനെ? അങ്ങും അതേപോലെ തന്നെയല്ലേ വിദേഹൻ എന്നുള്ള പേര്. ദേഹബുദ്ധി നല്ലോണ്ടേ, പിന്നെ എങ്ങനെയാണ് വിദേഹനാവുക? ദേഹമുള്ളതുകൊണ്ടല്ലേ ആഹാരം സ്വീകരിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടി യോജിക്കണില്ല. ഇപ്പോൾ യാഗം ചെയ്യുക എന്നത് ഭൂമിയിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അങ്ങ് എന്താ ചെയ്തത്? ആദ്യം വസിഷ്ഠനെ കൊണ്ട് യാഗം ചെയ്യിക്കാൻ നിശ്ചയിച്ചു. വസിഷ്ഠനെ ഇന്ദ്രൻ്റെ ലോകത്തിൽ യാഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയി അങ്ങ് ഇവിടെ ഗൗതമനെ കൊണ്ട് യാഗം ചെയ്യിച്ചു. എന്നിട്ട് വസിഷ്ഠ മഹർഷി വന്നപ്പോൾ ഈ കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹം അങ്ങേ ശപിച്ചു, ദേഹം വീണു പോകട്ടെ എന്ന്. അപ്പം അങ്ങ് അങ്ങോട്ടും ശപിച്ചു, ഗുരുവിനെ ശപിച്ചു, ഗുരുവിൻ്റെ ദേഹം വീണു പോകട്ടെ എന്ന്. ദ്വന്ദ്വം കടന്ന ആളെങ്ങനെയാണ് അതൊക്കെ ചെയ്യുക? ആ കുലത്തിൽ പറഞ്ഞ ആളല്ലേ അങ്ങും. അപ്പോൾ ഈ പറയുന്ന കാര്യവും കേൾക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങ് ചെയ്യുന്നതായിട്ടൊരു കണക്ഷനും ഇല്ല. അത് ശരിയല്ല. അപ്പോൾ ജനകൻ പറയാണ്, ജനകൻ സത്യം അങ്ങൊന്ന് ഓതിയതും മിഥ്യയല്ല ഇത്തിരിക്കുമേ. എന്നാലും പൂജ്യ ഗുരുവാം വ്യാസൻ ചൊന്നതും ഉന്മതാൻ. പിതൃസംഘം കൈവെടിഞ്ഞ് കാട്ടിൽ പോകാൻ കൊതിപ്പുനി, മൃഗങ്ങളൊത്തുള്ള സംഘം എന്നാൽ എന്താത്ര നിശ്ചയം. അപ്പോൾ അവിടെ ചെറിയൊരു ഉദാഹരണം പറയുകയാണ്. എൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പോകണത് എന്താ? കാട്ടിൽ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളായിട്ട് ബന്ധം വരില്ലേ, സസ്യജാലങ്ങളായിട്ട് ബന്ധം വരില്ലേ, പ്രകൃതിയിലെ മഴ വെയിൽ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധം വരില്ലേ? അതൊക്കെ ബന്ധനം ആണ്. നമുക്കത് ബന്ധനാന്ന് വിചാരിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് അതൊന്നും വെറുതെ കിട്ടുന്ന സാധനം തിന്നാൻ എന്താ കുഴപ്പം? കാട്ടിൽ വെറുതെ കിടക്കുക, അപ്പോൾ അത് തിന്നാൻ എന്താ കുഴപ്പം എന്നേ നമ്മൾ വിചാരിക്കാറുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, അതിനൊക്കെ എന്തുണ്ട്? കടപ്പാടുണ്ട്. അതാണ് ഭൂതങ്ങൾ 5 എങ്ങുമില്ലേ വാഴാമോ സംഘമെന്നിയേ, ആഹാരാർത്ഥം ചിന്ത വേണ്ടേ സദാ നിശ്ചിന്തനാവതോ. മരുഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വെള്ളമില്ല, ആഹാരമില്ല, ഒരു മൃഗങ്ങളും ഇല്ല, ഒരു പക്ഷിയില്ല, പക്ഷിമൃഗങ്ങളില്ല, സസ്യങ്ങളില്ല. അപ്പോൾ ആഹാരം കിട്ടില്ല. അവിടെ കിടന്നുറങ്ങാൻ പറ്റുമോ? അതീവ ചൂടായിരിക്കും, കിടക്കാൻ പറ്റില്ല, നടക്കാൻ പോലും പറ്റില്ല. എന്നിട്ട് വേണ്ടേ? അപ്പോൾ ഒക്കെ പ്രശ്നമാണ്. ദണ്ഡാജനങ്ങൾ തൻ ചിന്ത കാട്ടിലും വിട്ടുപോകുമോ, അമ്മട്ടിലെ രാജ്യകാര്യത്തിങ്കിലും ചിന്തയുള്ളുമേ. ഇപ്പോൾ കാട്ടിലായാൽ വ്യാഘ്രം, സിംഹം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മൃഗങ്ങൾ നമ്മളെ ചിലപ്പോൾ ഹിംസിക്കും, തിന്നും. അപ്പം എന്തായി? ജന്മം നഷ്ടമായില്ലേ? അപ്പം അതുകൊണ്ട് അതുപോലെ മറ്റേ അസുഖം വരിക, മഴ, മറ്റേ കുത്തൊഴുക്ക്, നദി ഇല്ലേ, ഇതൊക്കെ വരും. അപ്പോൾ അവിടെയൊക്കെ എന്തായി? ജന്മം നഷ്ടാവില്ലേ? ആ കാലമൃത്യു സംഭവിക്കില്ലേ?
എന്ന കൂട്ടത്തിലൊക്കെ തന്നെ ഞാൻ ഈ കുടുംബത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണുള്ളൂ എന്ന് ജനകം പറയാ. ഒന്നിനോട് ആസക്തിയില്ല. ഊണ് കഴിക്കുന്നുണ്ട്, അതില്ല എന്ന് പറയണില്ല. പക്ഷെ അത് നിസ്സംഗഭാവത്തിലാണ്. എന്താ കിട്ടിയെച്ചാൽ അത് തിന്നെ. അങ്ങനെയാണ് ഈ സന്യാസിമാരുടെ ഒരു ഊണുണ്ട്. അവർ ശ്രാദ്ധത്തിന് വെക്കണ പോലെയുള്ള ആഹാരങ്ങളാണ് കഴിക്കുക. ഉണങ്ങല്ലരി ചോറാണ് വെക്കുക. എന്നിട്ട് അത് കവിയം പോലെ ഊറ്റും, കവിയാക്കും. അപ്പം അതിൽ ആ പശ ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എരിശ്ശേരി പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞ് ഈ വാങ്ങണ മുളകൊന്നും ഉണ്ടാവില്ല. ഇഞ്ചിയും കുരുമുളകും ഉപ്പും തൈരും അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് മാത്രം കൂട്ടിയിട്ടാണ് ഊണ് കഴിക്കുക. അതെങ്ങനെയാ? ചോറ് ഉളമ്പിയിട്ട് എത്രയാണ് വേണ്ട വെച്ചാൽ അതിനൊരു കണക്കുണ്ട്. ഏറ്റവും കുറച്ച് ചോറേ ഉൾക്കുള്ളൂ. നമ്മളെപ്പോലെ ഒരു 3-4 ചട്ടുകൊന്നും ഊണ് കഴിക്കില്ല. ഒരു ചട്ടുകൻ ചോറ്, അതായത് മറ്റേ ഒരു കുണ്ട് പോലെ കൊത്തും. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ രസമാണ് വേണ്ട വെച്ചാൽ അതൊക്കെ എരിശ്ശേരിയും പുളിശ്ശേരിയും ഉപ്പേരിയും പിന്നെ ഇഞ്ചി തൈരും 108 കറി ഉണ്ടാവും. അതും പായസവും എല്ലാം കൂടിയിട്ട് ഒന്നിച്ചതിലൊഴിക്കും. എന്നിട്ടാണ്ടും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യും. അതാണ് കഴിക്കുക. സ്വാദ് നോക്കാതെ കണ്ട്. അളവ് കണക്കുണ്ട്. 8 ഉരുള അല്ലെങ്കിൽ 8 കൈ. അതും വരൽ കൂട്ടി പിടിച്ചിട്ട് വേണം എന്നൊക്കെയാ പറയാം കേട്ടോ. എന്തായാലും ആയിക്കോട്ടെ, 8 ഉരുള അതാണ് കഴിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള വെള്ളയെ ഉപയോഗിക്കുള്ളൂ, അതിനുള്ള ചോറയെ കവിയെ ഉപയോഗിക്കുള്ളൂ. ഇങ്ങനെയൊക്കെയാണ്. അതൊന്നും ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പായസവും ഈ ഇഞ്ചിത്തൈരും കൂടിയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ സ്വാദൊക്കെ മാറി. എരിശ്ശേരിയും പുളിശ്ശേരിയും ഇതിൻ്റെയൊക്കെ സ്വാദ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഗുണിക്കാൻ പറ്റില്ല. പക്ഷെ അവരങ്ങനെ കഴിക്കണവരാ. കാരണം സ്വാദ് നോക്കിയിട്ടല്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അകത്ത് എത്തും വേണം. രുചി നോക്കണില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെ വേണമെന്നാണ്. ദണ്ഡാജനങ്ങൾ തൻ ചിന്ത കാട്ടിലും വിട്ടുപോകുമോ? അമ്മട്ടിലെ രാജ്യകാര്യത്തിങ്കിലും ചിന്തയുള്ളുമേ. തെറ്റിദ്ധരിച്ചും ശങ്കിച്ചും ഇത്ര ദൂരം നടന്നു നീ. അതൊന്നുമില്ല ഇങ്ങ് അതിനാൽ സദാ ശങ്കയറ്റവൻ. സുഖമായിട്ടുറങ്ങുന്നു സുഖമുണ്ണുന്നു ഞാൻ മുനേ. ഇപ്പം ഏറ്റവും പ്രധാനത നമുക്ക് ചിന്ത വന്നു, ശങ്ക വന്നു, സംശയം വന്നു വെച്ചാൽ ഉറക്കം പോലും കിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും പ്രശ്നമാണ്. ഇവിടെ ആ വിഷയമില്ല എന്നാ അദ്ദേഹം പറയണതേ. നിമി മഹാരാജാവ് എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല എന്നാ. ബദ്ധനല്ലിഹ ഞാൻ എന്ന ബുദ്ധിയാൽ ഞാൻ സദാ സുഖി. ഞാൻ ബദ്ധനല്ല, എപ്പോഴും സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്, സച്ചിദാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സദാ ദുഃഖിയാണ് അങ്ങ്. ശുഗനോട് പറയാ, സദാ ദുഃഖിയാണ് അങ്ങ്. ബദ്ധൻ എന്നുള്ള ചിന്തയാൽ ആ ശങ്ക വിട്ട് സുഖിയായി വാഴുക നീ സാവധാനനായി. അപ്പം അതുകൊണ്ട് അങ്ങ് എന്തേ ചെയ്യണ്ടു? ഈ സംശയങ്ങൾ മുഴുവൻ ഒഴിവാക്കൂ. എന്താ അച്ഛൻ പറഞ്ഞു വെച്ചാൽ അത് കേൾക്കൂ, ചെയ്യൂ. ഇങ്ങനെയാണ് പറഞ്ഞതേ. ഞാൻ ചെയ്യേണ്ട പോലെ കഴിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. രാജ്യഭാരമൊക്കെ ഞാൻ ചെയ്യേണ്ടത്, പക്ഷെ എനിക്കതൊന്നും ഭാരമല്ല. അത് സാധാരണ ഒരു സ്വാഭാവിക രീതിയിൽ അങ്ങനെ പോവും, അത്രയേ ഉള്ളൂ. ഈ ദേഹം എൻ്റേതാണെന്ന തോന്നൽ താൻ ബന്ധം. അങ്ങനെ ദേഹം ധനം രാജ്യം ഒന്നും എൻ്റേതല്ലെന്നും മുക്തിയും. ഈ ദേഹം പോലും എൻ്റെ അല്ല. പിന്നെ ദേഹത്തിനോട് സംബന്ധിച്ചായിട്ട് എന്തെങ്കിലും ഞാൻ എൻ്റെന്ന് കണക്കാക്കുമോ? അതുകൊണ്ട് ഞാൻ മുക്തനാണ്. അങ്ങ് ഇതെല്ലാം അങ്ങയുടെയാന്ന് കണക്കാക്കണം, അതുകൊണ്ട് അങ്ങ് ബദ്ധനാണ്. ഈ സംശയമാണ് തീരേണ്ടത്. സൂതൻ ജനകൻ തൻ വാക്കുകേട്ട് ശുഗൻ സംപ്രീത ചിത്തനായി വിട ചോദിച്ചുടൻ ഉടൻ ചെന്നാൻ വ്യാസൻ തൻ ഉത്തമാശ്രമം. ഇപ്പോൾ സത്യം ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് തന്നെ വരാമെന്ന്. ഇപ്പോൾ വീണ്ടും വ്യാസൻ്റെ അടുത്തേക്ക് ശുഗൻ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ചെന്നു. തിരിച്ചെത്തിയ തൻ പുത്രൻ തന്നെ കണ്ട അതിദുഷ്ടനായി പുൽകി ചുംബിച്ചു മൂർധാവിൽ ചോദിച്ചു കുശലം മുനി. അച്ഛൻ തന്നൊപ്പമാ രമ്യാശ്രമത്തിൽ ശാന്തനായ ശുഗൻ പാർത്താൻ വേദാധ്യയന സമ്പന്നൻ ശാസ്ത്രവിശാരദൻ. നാടുവാഴും മഹാത്മാവാം വിദേഹം തൻ്റെ മട്ടുകൾ കാൺകയാൽ തത്ര വാണാൻ ശ്രീ ശുഗൻ പാരം കൃതാർത്ഥനായി. യോഗമാർഗസ്ഥൻ എന്നാലും വേട്ടാൻ പിബരിയെ ശുഗൻ. സൗന്ദര്യ സർവസ്വമായ പിതൃക്കളുടെ പുത്രിയെ ജനിപ്പിച്ചാൽ ശുഗൻ 4 പുത്രന്മാരെ സ്വപത്നിയിൽ. കൃഷ്ണൻ ഗൗരപ്രഭൻ ഭൂരി ദേവശ്രുതനും. അങ്ങനെ അവർക്കുണ്ടായി പിന്നീട് കീർത്തി എന്നൊരു പുത്രിയും. വിഭ്രാജപുത്രൻ അണുഹന് ഏകിനാൻ അവളെ ശുഗൻ. അണുഹന്റെ മകൻ ശ്രീമാൻ ബ്രഹ്മദത്തൻ പ്രതാപവാൻ. ബ്രഹ്മജ്ഞൻ പൃഥ്വീപാലൻ ശുഗൻ തൻ മകൾ പെറ്റവൻ. ഒരു നാൾ നാരദൻ ചെന്നങ് ഉപദേശിക്കാൽ അവൻ ഉത്തമജ്ഞാനവും ശ്രേഷ്ഠം യോഗമാർഗവുമാർന്നുടൻ രാജ്യം പുത്രങ്കൽ അർപ്പിച്ചിട്ട് അണഞ്ഞാൻ ബദരീവനം. ശ്രീനാരദന്റെ കനിവാൽ മായാബീജം ലഭിക്കയാൽ ആശ മുക്തിദമാം ജ്ഞാനം അവൻ ഉണ്ടായി നിരർഗളം. ഇപ്പോൾ ഇവിടെ കല്യാണം കഴിച്ചു, കുട്ടികളായി, 5 കുട്ടികളുണ്ടായി, പേരക്കുട്ടികളുണ്ടായി, കല്യാണം കഴിച്ചു, 7 കുട്ടികളുണ്ടായി. ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒന്നും ആസക്തിയില്ല. നിമിയെ പോലെ ജീവിച്ചു. അപ്പോഴാണ് നാരദൻ്റെ ഒരു വരവ്. സമയമായി കഴിഞ്ഞപ്പോൾ ഹ്രീങ്കാരം പറഞ്ഞു കൊടുത്തു എന്നാ. ആ മായാബീജം ജപിച്ചുകൊണ്ട് വീണ്ടും മുക്തനായി.
സ്വപിതാവിനെയും വിട്ട് ശുഗനും സംഗഹീനനായി. ഇപ്പം എന്തായി? ആശ മുഴുവൻ നശിച്ചപ്പോൾ ആശ മുക്തിതമാം ജ്ഞാനം അവനുണ്ടായി നിർഗളം. അതാണ്, പിന്നെ ഒന്നുമില്ല. ഈ ദേഹബോധം പോലും വിട്ടത് കഴിഞ്ഞപ്പോൾ അങ്ങനൊരു ചിന്ത ഇല്ലാതെ ഉണ്ടായി. സ്വപിതാവിനെയും വിട്ടു ശുഗനും സംഗഹീനനായി. കൈലാസോപരി ചെന്നാശു മഹാധ്യാനത്തിൽ വാഴകവേ പൊങ്ങിനാൻ അദ്രിശൃംഗത്തിൽ നിന്നും പരമസിദ്ധനായി. വെട്ടിത്തിളങ്ങിനാൻ വാനിൽ സൂര്യൻ പോലാ മഹാപ്രഭൻ. രണ്ടായി പിളർന്നു ഗിരിശൃംഗവും ഉൽപ്പതനത്തിനാൽ ഉൽപാദമുണ്ടായി പലതും. തഥാ വാനോർപ്പുകൾ തവേ കത്തിജ്വലിക്കും തേജസ്സാൽ രണ്ടാം സൂര്യൻ കണക്കിനെ പൊങ്ങിനാൻ വാനിലേക്കാശു വായുപോൽ ശ്രീ ശുഗർഷിയും. മകൻ വേർപ്പെട്ട ദുഃഖത്താൽ വ്യാസൻ വാവിട്ടുകൊണ്ടുടൻ തിരഞ്ഞു ഗിരിശൃംഗത്തിൽ മകൻ ശുഗനുണ്ടായിരുന്നിടം. വ്യാസനെ ദീനനായി അവൻ കരഞ്ഞേറെ തളർന്നതായി കണ്ട് സർവകനാം സാക്ഷി മറുശബ്ദം മുഴക്കിനാൻ. ഇതും ഇന്നും കേൾക്കാം വ്യക്തമായി ആ ഗിരിശൃംഗത്തിൽ മാറ്റൊലി. അഴലാൽ കണ്ണുനീർ വാഴ്ത്തും പുത്രപുത്രേതി ചൊല്ലിയും വേർപാടാൽ ഉഴലും വ്യാസൻ തന്നെ കണ്ടു മഹാശിവൻ. എഴുന്നള്ളി കഥിച്ചാന പാരാശര്യനോടിങ്ങനെ. വ്യാസ കേഴായിക നീ നിന്റെ യോഗവിത്തമനാം മകൻ. അണഞ്ഞാൻ ബ്രഹ്മരൂപത്വം ജ്ഞാനഹീനർക്ക് ദുർലഭം. ഇണ്ടൽപ്പെടായിക പുത്രന്റെ പേരിൽ ബ്രഹ്മജ്ഞനാം ഭവാൻ. ആ പുത്രനെ കൊണ്ട് പുണ്യശ്ലോക വർദ്ധിച്ചു നിൻ പുകൾ. ഇപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി നല്ലോണം പഠിച്ചു, നാരദൻ്റെ ഉപദേശം കൂടി സ്വീകരിച്ചു, അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ജീവിച്ചു, മുക്തനായിട്ട് ശിവന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ പുത്രനായിട്ട് വന്നത് വ്യാസന്. അപ്പം അതുകൊണ്ട് വ്യാസാശ്രമത്തിൽ നിന്ന് ശിവന്റെ അടുത്തേക്ക് കൈലാസത്തേക്ക് പോയി. അങ്ങനെ പരിവ്രാജക വേഷത്തിൽ പിന്നെ സന്യസിച്ചു പോയി. അപ്പോൾ ആ സമയത്ത് വ്യാസൻ വിളിച്ചു പുത്ര എന്ന്. അപ്പോൾ കേട്ടത് പുത്രനല്ല, മരങ്ങൾ വിളി കേട്ടു എന്നാ. യം പ്രവ്രജന്തമനുപേതമവേദകൃത്യന്ത്വൈവായുനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. ശ്രീ ശിവബ്രഹ്മർഷി വിളിച്ചു കഴിഞ്ഞപ്പോൾ മരങ്ങളാണ് വിളി കേട്ടത്. അങ്ങനെയുള്ള ആ മഹാമുനിയായിട്ടുള്ള മഹാഗുരുവായിട്ടുള്ള ശ്രീ ശിവബ്രഹ്മർഷിയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് സൂതൻ പറയുന്നതായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ. ഇവിടെ ആ വ്യാസൻ വിളിച്ചു, വിളി കേട്ടില്ല, അദ്ദേഹം പോയി, ശ്രീ ശിവബ്രഹ്മർഷി പോയി. അപ്പോൾ വല്ലാണ്ട് ദുഃഖിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക വ്യാസൻ. അപ്പോൾ ആ സമയത്ത് മഹാദേവൻ അവിടെ വന്നു. അങ്ങോട്ടും പേടിക്കണ്ട കേട്ടോ, അങ്ങയുടെ പുത്രന് ഇതാണ് യോഗം, അങ്ങയ്ക്കും ഇതാണ് യോഗം. അങ്ങയുടെ പേര് ഈ ശ്രീശുക ബ്രഹ്മർഷിയാണ്, എല്ലാവരെക്കാട്ടിലും കൂടുതൽ ജ്ഞാനിയാണ്, കർമ്മമുണ്ട്, ഈ ആർക്കും ചെയ്യാൻ പറ്റാത്ത കർമ്മങ്ങളാണ് അങ്ങയാൽ ചെയ്തപ്പെട്ടിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മകൻ്റെ പേരിൽ അച്ഛൻ അറിയപ്പെടുക എന്നൊരവസ്ഥ വരും. ഭാഗവതം പറഞ്ഞതോട് കൂടിയിട്ടാണ് ഭാഗവതത്തിന് ഇത്രയും മഹത്വമുണ്ട് അല്ലേ എന്ന് വ്യാസൻ പോലും ചിന്തിച്ചത്. പറഞ്ഞതാരാ? മകനാ. പ്രശസ്തി കിട്ടിയതാർക്കാ? വ്യാസനാ. വ്യാസൻ എഴുതിയതായിട്ടുള്ള ഭാഗവതം ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞുകൊണ്ടാണ് അത് കിട്ടിയതെന്നാണ്. അപ്പോൾ അങ്ങോട്ടും പേടിക്കണ്ട, അങ്ങയുടെ കീർത്തി ഇനി എത്ര കാലം ഈ പ്രപഞ്ചം നിലനിൽക്കുമോ അത്രയും കാലം അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അങ്ങ് പ്രചരിപ്പിച്ചതായിട്ടുള്ള ഈ ജ്ഞാനം എന്നും നിലനിൽക്കും, അത് ഋഷിമാരാൽ കണ്ടുപിടിക്കപ്പെടും. അപ്പം അതുകൊണ്ട് ശിവന്റെ അനുഗ്രഹം എന്തായി? വളരെയധികം ഫലവത്തായി. അതാണ്. വ്യാസൻ വിട്ടുമാറുന്നില്ല ശോകം ചെയ്വതെന്തു ജഗൽപതേ, തീർന്നില്ല മകനെ കണ്ട് എൻ കണ്ണിൻ കൊതി അശേഷവും. മഹാദേവൻ കാൺക നിൻ പാർശ്വഭാഗത്തായി അഴകോലും സുധാകൃതി, അത് നോക്കി ശോകമാശു സന്ധ്യജിക്കാം മുനീശ്വരാം. അപ്പം എനിക്ക് കൊതി തീർന്നില്ല ഉണ്ണിയെ കണ്ടിട്ട്, ഒപ്പം താമസിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പം സ്വന്തം പാർശ്വത്തിലുണ്ടെന്നാ, വലത്ത് ഭാഗത്തുണ്ടെന്നാ. മകൻ എപ്പോഴും അവിടെ ഉണ്ടാവും. മകൻ നമ്മൾ വലത് ഭാഗത്തുണ്ടാവുക. അപ്പോൾ അവിടെ കണ്ടോളൂ, കാണാലേ? കാണുന്നുണ്ട്, കാണും, കണ്ടിരിക്കും, കണ്ടുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ പുത്രൻ ഈ ഒരു കാലത്തും എന്ത് ചെയ്യില്ല? അങ്ങിൽ നിന്നും വേർപ്പെടുകയില്ല. കാരണം താതാത്മ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. അങ്ങ് വിളിച്ചാൽ പുത്രൻ ഈ വരും, അങ്ങയുടെ ആവശ്യം നടത്തിയിട്ട് പോവുകയും ചെയ്യും. സൂതൻ ദീപ്തിമത്താം സുതച്ഛായ തത്ര കണ്ടു തഥാ മുനി, വരവും നൽകി ദേവേശൻ മറഞ്ഞാൻ തത്ര താൻ തഥാ.
മഹാദേവൻ മറയവേ വ്യാസൻ പരമദുഃഖിതൻ സ്വാശ്രമം പോകിനാൻ വേർപാടിങ്കൽ നോവുന്ന ഹൃത്തോടും ശുഖവിവാഹം എന്ന 19-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭാരത കഥകളാണ്. ഒരു 5-6 അധ്യായങ്ങളിലധികം, 5-8 അധ്യായങ്ങളുണ്ട്, കുറച്ചുകൂടി അധികമുണ്ട്. ഇപ്പോൾ 2-ാമത്തെ സ്കന്ധത്തിൽ കുറേ അധ്യായങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ 20-ാമത്തെ അധ്യായം, അവസാനത്തെ അധ്യായമാണ് 1-ാമത്തെ സ്കന്ധത്തിൽ. അത് തൊട്ടിട്ട് ഭാരത കഥകളാണ്. നമുക്കത് നാളെ കേൾക്കാം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ.